ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കുറച്ച് കഴിച്ചിരിക്കുന്ന പച്ചക്കറികളിലൊന്നാണ് വഴുതനങ്ങ. മരിച്ചിട്ടെങ്ങാനും നരകത്തിലോട്ട് ആ പാസ് കിട്ടുന്നെന്നുണ്ടെങ്കിൽ നരക കവാടത്തിൽ ചെകുത്താൻ സ്റ്റാർട്ടറായിട്ട് തരുന്ന പച്ചക്കറികളാണ് ഒന്ന് വഴുതനങ്ങയും ഒന്ന് പാവയ്ക്കയും എന്നാണ് ഞാൻ കൊച്ചിലെ വിചാരിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ട് പറഞ്ഞതനുസരിച്ച് ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ആ പറഞ്ഞ ധാരണകളെല്ലാം തെറ്റായിരുന്നു എന്ന് മനസ്സിലായി. 2-3 മെഴുത്ത വഴുതനങ്ങ എടുത്ത് പന്തിക്കും പടലിനും നോവാതെ ഇതുപോലെ വട്ടത്തിൽ മുറിച്ചെടുത്ത് ഉപ്പും മുളകും മഞ്ഞളും പിന്നെ തുള്ളി എണ്ണയും കൂടെ ചേർത്തങ്ങ് തിരുമ്മി വെക്കണം. അതൊരു 10 മിനിറ്റ് വെച്ചിട്ട് തുള്ളി എണ്ണ മതി അതിനകത്തോട്ട് ഇതിട്ട് ഒന്ന് അപ്പുറവും ഇപ്പുറവും വറുത്തെടുക്കണം. എന്നിട്ടുണ്ടല്ലോ ഇത് സെർവ് ചെയ്യുന്ന പ്ലേറ്റിലോട്ട് നിരത്തി വെച്ചിട്ട് നേരത്തെ ഉപ്പ് ഇട്ട് ഉടച്ചു വെച്ചിരിക്കുന്ന നല്ല കട്ട തൈര് അതിൻ്റെ പൊക്കത്തോട്ട് അങ്ങനെ ഒഴിക്കണം. അപ്പം നമ്മുടെ മൊരിഞ്ഞിരിക്കുന്ന വഴുതനങ്ങയ്ക്കൊരു കുളിർമ അനുഭവപ്പെടും. അതവിടെ ഇരുന്ന് അങ്ങനെ കുളിർക്കുമ്പം വറ്റൽമുളക്, ഞാൻ പത്തൽമുളക് എന്നാണ് പറയുന്നത്, ജീരകം മസ്റ്റാണ്, കുഞ്ഞുള്ളി, കറിവേപ്പില, ഇതിപ്പോൾ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിരിക്കുന്നത്, അതെല്ലാം ഒന്ന് താളിച്ച് ഇതിൻ്റെ പൊക്കത്തോട്ടിങ്ങനെ ഇട്ട് കൊടുക്കണം. പിന്നെ അങ്ങനെ അവരൊരുമിച്ചൊരു യാത്രയാണ്. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇത് പെട്ടെന്നുണ്ടാക്കിയെടുക്കാം. ചോറിൻ്റെ കൂടെയും അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ ബെസ്റ്റാണ്. ഇതിന് വേറെ കറിയൊന്നും വേണമെന്നുമില്ല. അപ്പോൾ ഇതാദ്യം പറഞ്ഞപ്പോൾ ഞാൻ ഇച്ചിരി ഓവറല്ലേ ഈ പറയുന്നതെന്ന് തോന്നിയെങ്കിലും ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവമായിട്ട് മാറിയത്. നരക കവാടം വരെ കൊണ്ടുപോയൊരു പച്ചക്കറിക്ക് സ്വർഗതുല്യമായൊരു രുചിയുണ്ടെന്ന് മനസ്സിലാക്കി തന്ന എൻ്റെ സുഹൃത്തിന് ഒത്തിരി നന്ദി കേട്ടോ. നിങ്ങൾ പറ്റിയാൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കേ, നല്ലയാ, ഇഷ്ടപ്പെടും.